ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സാപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മറ്റ് ചിലരിൽ നിന്നൊക്കെ നമുക്ക് കുറേ സ്റ്റിക്കറുകളൊക്കെ വിടാറുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, അങ്ങനെയൊക്കെയുള്ള സ്റ്റിക്കറുകൾ. പിന്നെ അതുകൂടാതെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം, അങ്ങനെ പ്രത്യേകതകളുള്ള ദിവസങ്ങളിലുള്ള സ്റ്റിക്കറുകളൊക്കെ ഓരോരുത്തർ നമുക്ക് വേണ്ടി വിടാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് വിടണത്, ഇത് എവിടെ നിന്നാണ് ഇത് കിട്ടണത്, എങ്ങനെയാണ് കിട്ടണത്. അപ്പോൾ ചിലവർ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയുള്ള അതിനുള്ള മറുപടിക്കുള്ള സ്റ്റിക്കറുകളൊക്കെ വിടാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വിടണത്, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വിടാനും പറ്റും. വാട്സാപ്പിലൂടെ ഇത് സിമ്പിളായിട്ട് വിടണത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ചുവന്നാണ് കിടക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് അമർത്തുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വാട്സാപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പിൽ നമ്മളിത് ടൈപ്പ് ചെയ്യണോടത്ത് നമ്മൾ സ്റ്റിക്കറുകളൊക്കെ വിടാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റിന് ഞാൻ കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഞാൻ ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ, ഞാൻ ഗുഡ് മോർണിംഗ് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റിക്കർ എടുക്കുകയാണ്. സ്റ്റിക്കർ എടുത്തിട്ട് സെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു സ്റ്റിക്കർ എടുക്കുകയാണ്. എന്നിട്ട് സെൻഡ് ചെയ്തതിന് മുമ്പായിട്ട് നമുക്ക് ഈ സ്റ്റിക്കറുകളുടെ വ്യത്യാസങ്ങൾ, അതായത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റിക്കറുകൾ നമുക്ക് എങ്ങനെ ഇത് കാണാം എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള സ്റ്റിക്കറുകൾ, ഗുഡ് മോർണിംഗിൻ്റെ ഇങ്ങനെ കുറേ ടൈപ്പ് സ്റ്റിക്കറുകളൊക്കെ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കതെങ്ങനെ സെൻഡ് ചെയ്യാം. അതുകൂടാതെ ഗുഡ് നൈറ്റാണ് വിടണമെങ്കിൽ ഗുഡ് നൈറ്റിൻ്റെ സ്റ്റിക്കർ നമ്മളിങ്ങനെ എടുക്കുന്നു. അതിനുശേഷം നമുക്ക് മാറ്റി ഗുഡ് നൈറ്റിൻ്റെ സ്റ്റിക്കറുകളൊക്കെ നമുക്കിങ്ങനെ വിടാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി സ്റ്റിക്കറുകൾ നമുക്ക് വിടാൻ പറ്റും. അതുകൂടാതെ നമുക്കിപ്പോൾ അതിൽ ഒരുപാട് സങ്കടത്തിൻ്റെ ഉണ്ട്, ജന്മദിനത്തിന് കാണാൻ നമുക്ക് വേണ്ടതെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സ്റ്റിക്കറുകൾ നമുക്ക് ഇങ്ങനെ ഇടാം. അതുകൂടാതെ നമുക്ക് ഒരു ഒരു പുച്ഛത്തിനായിട്ടുള്ള അങ്ങനെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമുക്കിപ്പോൾ ഇതുപോലെ നമുക്ക് സിനിമയിലുള്ള ഇത് വെച്ചിട്ടുള്ള കോമഡികളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്കറുകളൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ചിരിക്കുന്ന ഒരു സ്റ്റിക്കറാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ കുറേ സ്റ്റിക്കറുകളൊക്കെ ഉണ്ട്, ഇതുപോലുള്ള സ്റ്റിക്കറുകൾ. അപ്പോൾ നമുക്കത് ഇങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ കൺഫ്യൂഷൻ ആണെങ്കിൽ കൺഫ്യൂഷൻ ഇങ്ങനെയുള്ള സ്റ്റിക്കറുകൾ നമുക്കിത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വിടാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഈ ഇതിൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പ്രത്യേക ദിവസം വരികയാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക ദിനം, ദീപാവലിയോ അല്ലെങ്കിൽ വിഷു, അങ്ങനെയുള്ള ഓണം, അങ്ങനെയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകതയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയുള്ള സ്റ്റിക്കറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വരുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ നമുക്ക് ഓക്കെ എന്നുള്ളത് ഉള്ള ഇതാണ് സ്റ്റിക്കറുകളൊക്കെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് അടിപൊളി ഓക്കെ എന്നുള്ള സ്റ്റിക്കറുകളൊക്കെ നമുക്ക് വിട്ടു കൊടുക്കാൻ പറ്റും. പിന്നെ ആദരവൊക്കെ ഉള്ള സ്റ്റിക്കറുകളാണെങ്കിൽ നമുക്ക് ഇതുപോലെ വിടാൻ പറ്റും. അങ്ങനെയുള്ള സ്റ്റിക്കറുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ആദരാഞ്ജലികളാണ് കൊടുക്കുന്നതെങ്കിൽ അതിനുള്ള സ്റ്റിക്കറുകളും ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്തിട്ട് നമുക്കത് വിട്ടു കൊടുക്കാം. ഇങ്ങനെയുള്ള കുറേ സ്റ്റിക്കറുകളുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കിപ്പോൾ ഈ സ്റ്റിക്കറുകളിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ നമ്മളിപ്പോൾ ഒരു ഹായ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചു. നമ്മളിവിടെ ഒരു ഹായ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഹായ് എന്നുള്ളതിനൊക്കെയുള്ള സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വെള്ള കളറിലൊരു സിമ്പിൾ, സ്റ്റിക്കറിൻ്റെ സിമ്പിൾ ഇവിടെ കിടന്ന് മിന്നുന്നതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹായ് എന്നുള്ളത് ഇതുപോലെ നമുക്ക് വിടാൻ പറ്റും. ഹായ് എന്നുള്ളത് ഇങ്ങനെ വിടാൻ പറ്റും. അതുകൂടെ ഗുഡ് നൈറ്റ്, ഗുഡ് ആഫ്റ്റർനൂൺ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ തന്നെ വരുന്നതാണ്. അപ്പോൾ സ്റ്റിക്കറുകൾ പല രീതിയിൽ നമുക്ക് വിടാൻ പറ്റും. ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സ്റ്റിക്കറുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വിടാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അതമർത്തുക. അതമർത്തിയതിന് ശേഷം നമുക്കിവിടെ നിലവിലെ ഏതെങ്കിലും ഒരു പിക്ചറുകൾ നമ്മൾ എടുക്കുക. പിക്ചർ എടുത്തതിന് ശേഷം നമ്മളിവിടെ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയാണ്, ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെയാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്.
നമ്മളിപ്പോൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇത് വീതി കൂട്ടണോ നീളം കൂട്ടണോ അതൊക്കെ നമുക്ക് പറ്റും. കറക്റ്റ് നമ്മളുടെ സൈസിന് ഒപ്പിച്ച് നോക്കുക. പല രീതിയിൽ നമുക്ക് ഒറ്റടിക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ കാണുന്ന സൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ അതുകൂടെ ലെറ്ററുകൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റാൻ പറ്റും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതുകൂടാതെ ഇതിൻ്റെ ഈ ഫോണ്ടിൻ്റെ സ്റ്റൈലുകളൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡൺ കൊടുക്കുന്നു. ഡൺ കൊടുത്തതിന് ശേഷം ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ പതുക്കെ തിരിച്ച് വെച്ചിട്ട് അത് നമുക്ക് ശരിയായില്ലെങ്കിൽ അത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റെഡിലേക്കോ എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്കത് ആഡ് സ്റ്റിക്കേഴ്സ് എന്നുള്ളത് ആഡ് ടു സ്റ്റിക്കേഴ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്കറിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കർ നമുക്കിങ്ങനെ വിടാൻ പറ്റും. അപ്പോൾ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്ത് വിടുന്നത് ഇങ്ങനെയാണ്. അതുകൂടാതെ നമുക്കിനി ഏതെങ്കിലും ലെറ്ററുകൾ നല്ല രീതിയിലുള്ള കൈയക്ഷരങ്ങൾ, അതായത് നല്ല രീതിയിലുള്ള ലെറ്റേഴ്സുകളൊക്കെ ടൈപ്പ് ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമുക്കിതിവിടെ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതുപോലെ സിമ്പലുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് വിടാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് ഇതുപോലുള്ളൊരു ലെറ്ററുകളാണ് അടുത്ത ഓപ്ഷനിലുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിടാൻ പറ്റും, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടാൻ പറ്റും. പിന്നത്തെ ഓപ്ഷനിൽ ഇതുപോലെ റൗണ്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും വിടാൻ പറ്റും. പിന്നത്തുള്ളതിൽ വേറൊരു ടൈപ്പിൽ ഫോണ്ടാണ്. അപ്പോൾ നമുക്കത് അങ്ങനെയും വിടാൻ പറ്റും. പിന്നെ അണ്ടർലൈൻ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ലെറ്ററുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ കളർഫുള്ളായിട്ടുള്ള ലെറ്ററുകളും ഇതിലുണ്ട്. കളർഫുള്ളായിട്ടുള്ള ലെറ്റർ ഞാനിവിടെ കാണിച്ചു തരാം. ഇങ്ങനത്തെ ലെറ്റർ ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇറ്റാലിക്കായിട്ടുള്ള ലെറ്ററുകൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടാം. പിന്നെ ഔട്ട്ലൈനുള്ള ലെറ്ററുകളുണ്ട്. അപ്പോൾ ഔട്ട്ലൈൻ നല്ല ഭംഗിയുള്ള ലെറ്ററുകളൊക്കെ ഇതിലുണ്ട്. അതുകൂടാതെ നമുക്ക് ബോൾഡായിട്ടുള്ള ലെറ്ററുകൾ വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ നമുക്ക് റോമൻ ലെറ്ററുകൾ ഇപ്പോൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെയും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല കിടിലനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കിടിലനായിട്ടുള്ള എല്ലാ സ്റ്റിക്കറുകളും നമുക്ക് ഫോണ്ടുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നെ വിടാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു കിടിലൻ ആപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ആപ്പ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് മംഗ്ലീഷ് എന്നുള്ളൊരു കീബോർഡാണ്. അപ്പോൾ ഈ കീബോർഡ് എല്ലാവരും യൂസ് ചെയ്യണതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കീബോർഡ് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് മംഗ്ലീഷ് കീബോർഡ് എന്നുള്ള ടൈപ്പ് ചെയ്താൽ മതി. മംഗ്ലീഷ് കീബോർഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ കീബോർഡ് എനേബിൾഡ് ആക്കുന്നത് നമ്മളുടെ മംഗ്ലീഷ് കീബോർഡ് എനേബിൾ ചെയ്തിട്ട് ആക്കിയാൽ മതി. അപ്പോൾ അത് നല്ല അടിപൊളി സംഭവം തന്നെയാണ്. അപ്പോൾ വാട്സാപ്പിൽ നമുക്ക് മറ്റുള്ളൊരു ആപ്ലിക്കേഷൻ മുഖേന എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നേരെ നമുക്ക് വാട്സാപ്പിൽ നിന്ന് നേരിട്ട് തന്നെ നമുക്കത് വിടാവുന്നതാണ്. അപ്പോൾ ഈ കീബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി കീബോർഡ് തന്നെയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ കാണിച്ചു തരാം. ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ കാണിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഈ കീബോർഡ് നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഇതിൽ ഇമോജികളുടെ റോയിൽ അത് ഓണാക്കി വെക്കുക. പിന്നെ കീബോർഡ് ബോർഡേഴ്സ് ഓണാക്കി വെക്കുക. വൈബ്രേറ്റർ ഓണാക്കി വെക്കുക. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് വരുന്നതാണ്. പിന്നെ സ്റ്റിക്കറുകളുടെ സജഷൻ ഇതൊക്കെ എല്ലാത്തിനും നമ്മൾ ഓണാക്കി വെച്ചാൽ മാത്രം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കിട്ടുള്ളൂ. പിന്നെ ഇതിന് വേണ്ടി സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ കീ പ്രസ് ചെയ്യുമ്പോൾ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സൗണ്ട് കിട്ടുന്നതാണ്.
പിന്നെ അത് നമ്മളുടെ കീബോർഡ് ഏത് കീബോർഡാണോ അത് ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളുടെ കീബോർഡ് അത് നമ്മളുടെ തന്നെ കീബോർഡാക്കി വെക്കുക, അതായത് മംഗ്ലീഷിനാക്കി വെക്കുക. നമ്മൾ സാധാരണ നോർമലായിട്ട് ഗൂഗിളിൻ്റെ കീബോർഡായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ മംഗ്ലീഷ് കീബോർഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.